2 ദിവസം അംഗനവാടി ഇല്ല എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ നിതാരക്കുട്ടി. ചില ദിവസമൊക്കെ അംഗനവാടി പോകാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അതിന് ചില ദിവസം ഭയങ്കര കരച്ചിലും വാശിയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എന്താ ചെയ്തിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കരയണ സമയത്ത് അംഗനവാടി വിട്ടിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ വിടൽ തുടങ്ങി. വേറെ ഒന്നുമല്ല, അതിൻ്റെ പിറ്റത്തെ ദിവസം ഭയങ്കര വാശിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നടക്കണ കാര്യമല്ല വെച്ചിട്ട് ഞാൻ അതെ കരഞ്ഞാലും വേണ്ടില്ല പറഞ്ഞിട്ട് ഉന്തിപ്പള്ളി പറഞ്ഞേക്കാറുണ്ട് കേട്ടോ. പിന്നെ അതാ ഇന്ന് ഇതിൻ്റെ മൂട്ടിലിരുന്നിട്ടേ ഭക്ഷണം കഴിക്കും എന്നുള്ള വാശിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് കിട്ടണ്ടേ. അതിൻ്റെ ഇടയിൽ ഇതാ ബസ് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ റൂട്ടിൽ കൂടെ അങ്ങനെ ബസ് ഓടുന്ന റൂട്ടൊന്നും അല്ല കേട്ടോ. ഇന്നത് എന്താ പാലം പണി കാരണം ഇതാ ഇതിൽ കൂടെ കേട്ടോ ബസ്സൊക്കെ ഓടിയിരുന്നത്. അതിൻ്റെ ഇടയിൽ ശങ്കരേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഇതാ കത്തി വെച്ച് കുറേ നേരം ഓടി ഇരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മറന്നൊരു കാര്യം നിതാരക്കുട്ടി ഓർമ്മിപ്പിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, ഐസ് ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഞാനത് മറന്നിരിക്കുകയായിരുന്നു കേട്ടോ. അവളിത് എടുത്തോണ്ടിരുന്നു കേട്ടോ. രാത്രി എന്ത് കറി വെക്കുന്നു ആലോചിച്ച് നോക്കുമ്പോഴാട്ടോ മുരിങ്ങയുടെ ഇല നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ ഉപ്പ കളിയാക്കുന്നുണ്ട് കേട്ടോ. ആരവിടെ മുരിങ്ങയുടെ ഇല പൊട്ടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഇതാ വന്ന് നോക്കുമ്പോൾ ഉണ്ടതാ മാവിൻ്റെ മേലെ ഈ കയറുന്നു തോന്നും. പക്ഷെ മാവിൻ്റെ മേലെ ഒന്നല്ല കേട്ടോ, മുരിങ്ങത്തേൻ്റെ മേലായിട്ടേക്ക് കയറുന്നത്. മുരിങ്ങയുടെ ഇല പൊട്ടിക്കാനും അല്ല കേട്ടോ, കോവയ്ക്ക് അതാ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതാ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മേലേക്ക് പോയ വള്ളിയൊക്കെ അച്ഛൻ താഴേക്ക് വലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും